ആദ്യത്തെ ഒരു 5 സീസണിൽ ചെന്നൈയിൻ എഫ് സി ഏത് തരത്തിലുള്ള ഒരു ക്ലബ്ബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലൊരു ക്ലബ്ബായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയധികം മികച്ചല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും അവരുടെ മറ്റൊരു താരത്തിനോട് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയാണ്. എന്തായാലും പരിക്ക് അവരുടെ ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഒരു താരത്തിനോട് പരിക്ക് പറ്റുന്നത് വിഘ്നേഷ് ദക്ഷിണാമൂർത്തിയാണ്. അവരുടെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പോസ്റ്റിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. എന്തായാലും 2-3 മാച്ചസ് അദ്ദേഹത്തിന് മിസ്സാകുമെന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 200 ഈ ഒരു വീഡിയോയിൽ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ പറയാൻ വന്നത് വികാസ് ശുംനാമുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേ ഉള്ളൂ, ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ഇഞ്ചുറി സംഭവിച്ചതാണോ അതോ ചെന്നൈയിൻ എഫ് സി വെച്ചാൽ ഇഞ്ചുറി സംഭവിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം വേണമെങ്കിൽ ഒരു പ്ലെയറിനെ എത്തിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു പരിപാടിയാണോ ഇതെന്നും ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു ഉഡായിപ്പ് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും അങ്ങനെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതായത് അവിടെ നിന്നൊരു ഇഞ്ചുറി ഒരു താരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു സംഭവമൊക്കെ തന്നെയാണ്. എന്തായാലും വീണ്ടും നമ്മുടെ ഡിഫൻസാണ് തകരാറിലായിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇഞ്ചുറി സംഭവിച്ചതോടെ ഡിഫൻസ് സ്ട്രോങ് ആക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഇതായി പോവുകയാണ്. എന്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ്, മസിൽ ടിയർ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 2-3 ആഴ്ച റെസ്റ്റ് വേണമെന്നാണ്. സോ ഈ ഒരു 2-3 ആഴ്ചക്കിടെ നമ്മുടെ ഒരു 2 മാച്ചോളം കഴിയും, 2-3 മാച്ച് കഴിയാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു മാച്ചിലൊന്നും അദ്ദേഹം അവൈലബിൾ അല്ല. സോ മറ്റൊരു മണ്ടത്തരം ജനുവരി സൈനിങ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ജനുവരി സൈനിങ് എന്ന് പറയുന്ന ടീമിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ്, അല്ലാതെ ഇതുവരെ ഇഞ്ചുറി പിടിച്ച പ്ലേസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല. ഓൾറെഡി അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി ഇവിടെ കളിച്ച് കുറച്ചുകൂടി ഇഞ്ചുറി ആയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇനി പറയാൻ പറ്റത്തില്ല. അവിടെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറി ആയിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ട് സൈനിങ് ആക്കിയെന്ന് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലാൽ റിൻസ്വാല ലാൽ ബിയാഗ്നിയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം വളരെ മികച്ച ഫോമിൽ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്നാലും കഴിഞ്ഞ ദിവസം ഡൽഹിക്കെതിരെ അദ്ദേഹം ഒരു ഹാട്രിക്ക് നേടി. ആ ഒരു ഗോളൊക്കെ കാണും ഒരു വിദേശ താരം നേടുന്ന പോലത്തെ ഗോളുകളാണ്. എന്നാലും കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് 15 ഗോൾ അടിച്ച താരമാണ് കഴിഞ്ഞ സീസണിൽ. ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സീസണിലേക്ക് മാത്രമുള്ളൊരു പെർഫോമൻസ് ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഈ സീസണിലും അതേ ഫോം തന്നെ, ഒരു രക്ഷയുമില്ല. ടോപ്പ് ലെവൽ ഫിനിഷിംഗ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും നിഷാം പണ്ഡിതയൊക്കെ സെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ പുള്ളി അങ്ങ് പൊക്കിക്കോ. ലാൽ റിൻസാന ലാൽ ബിയാഗ്നിയ പൊളി പ്ലെയറാണ്. പിന്നെ അദ്ദേഹം ഈ ലീഗ് കളിക്കുന്നെങ്കിൽ അവിടെ തന്നെ കളിച്ചോട്ടെ. കാരണം അവിടെ നല്ല രീതിയിൽ പ്ലേയിങ് ടൈം കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലും കിട്ടത്തില്ല. ഉള്ള വിദേശ താരങ്ങൾക്ക് എല്ലാ അവസരം കൊടുക്കുകയാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള താരങ്ങളെ കാണുമ്പോൾ തന്നെ പൊക്കണ്ടേ അല്ലേ? ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും കുറച്ചെങ്കിലും താരത്തെയാണ് കൊണ്ടുവരുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിലേക്ക് അടുത്ത് വിൽക്കണം.